പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി രണ്ടാമതും എന്നെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻഡ. എൻ്റെ ഇടവക സെൻറ്റ് ജോസഫ് ചർച്ച് പുഷ്പഗിരി തെള്ളകം. ഇത് എൻ്റെ ഹസ്ബൻഡ് പ്രകാശ്. മക്കൾ ഇവാൻ, ഇവാന, ട്വിൻസാണ്. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 നവംബർ മാസം 15-ാം തീയതിയാണ്. ഉടമ്പടി 14 പ്രാവശ്യം പുതുക്കി ഇപ്പോൾ സിൽവർ ഗ്രേയിൽ ആണിപ്പോൾ. 2022 മുതൽ ഞങ്ങളൊരു നിയോഗം, അതായത് ഒരു പുതിയൊരു ബിസിനസ്, നല്ലൊരു ബിസിനസ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അച്ഛനിവിടെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഉടമ്പടി നിബന്ധനകൾ ഞങ്ങളെല്ലാം പാലിക്കുകയും ഒരു വിട്ടുവീഴ്ച ഒന്നിനും ചെയ്യാതെ കൊണ്ട് കൃത്യമായിട്ടെല്ലാം പാലിച്ച് പ്രാർത്ഥിച്ച് പോരുകയായിരുന്നു. അങ്ങനെ 2023 സെപ്റ്റംബർ മാസം HPCLൻ്റെ ഒരു പുതിയ പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് ഞങ്ങൾക്കായി. ആ പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ടുള്ള സ്ഥലം നമ്മൾക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളും ഞങ്ങൾ പോയി കണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ ഒന്നും അങ്ങ് ശരിയായില്ല. എല്ലാവരും തരാം എന്ന് പറയും. സമയമാകുമ്പോഴേക്ക് എന്തെങ്കിലും തടസ്സം വന്നങ്ങ് മാറുക. ലാസ്റ്റ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലക്കവല എന്ന സ്ഥലത്താണ് നമുക്ക് ആ സ്ഥലം കിട്ടിയത്. ഞങ്ങളവിടെ ആ സ്ഥലം കിട്ടുന്നതിന് മുന്നേ ഞങ്ങളവിടെ പോയി ഉപ്പിട്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം അവിടെ സ്ഥാപിച്ച് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ സ്ഥലം റെഡിയായി. സ്ഥലത്തിൻ്റെ ഉടമ നമുക്ക് തരാൻ നല്ല ഹാപ്പി ആയിരുന്നു അവർ. അങ്ങനെ പമ്പിനുള്ള LOA നമുക്ക് ലഭിച്ചു. അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമുക്ക് NOC, അതായത് പെട്രോൾ പമ്പ് പോലുള്ളൊരു സംഭവം നമ്മൾ ആരംഭിക്കണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകളുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്ത് കളക്ടറുടെ അനുമതി, പഞ്ചായത്ത്, വില്ലേജ്, ടൗൺ പ്ലാനിങ്, പോലീസ് സ്റ്റേഷൻ്റെ അനുവാദം, ഫയർ, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പെട്രോൾ പമ്പ് പോലുള്ള സംരംഭം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഏത് കളക്ട്രേറ്റ് മുതൽ കളക്ട്രേറ്റ് എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഏത് ഓഫീസിൽ ചെന്നാലും ഞങ്ങൾക്ക് വേണ്ടി മാതാവ് അവിടെ ഒരാളെ കരുതിയിട്ടുണ്ടാവും. അതായത് നമുക്ക് വേണ്ടി നമുക്ക് എന്ത് കാര്യത്തിനാണ് അവിടെ പോകുന്നത് അത് നമുക്ക് അനുകൂലമാക്കി തരാനായിട്ട് മാതാവ് അവിടെ ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നമുക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാലും എല്ലാം നമ്മൾ വിചാരിച്ചേക്കാളും പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് NOC റെഡിയായി. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ PESO, അതായത് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ, അതിൻ്റെ അപ്രൂവലാണ്, അത് ലൈസൻസാണ് നമുക്ക് അടുത്തത് വേണ്ടത്. അത് നമുക്ക് ചെറിയൊരു പ്രശ്നം അതിൻ്റെ ഇടയ്ക്കുണ്ടായി. കുറച്ച് ആളുകൾ നമ്മളവിടെ പമ്പ് തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി കേസ് കൊടുത്തു, സ്റ്റേ ചെയ്യണം. അപ്പം നമ്മുടെ പമ്പിൻ്റെ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോളേജുണ്ട്. അപ്പോൾ ആ കോളേജ് സ്കൂളാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് സിവിൽ കേസ് ആയതുകൊണ്ട് തന്നെ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറേ സമയമെടുക്കും. അപ്പം ഇങ്ങനെയുള്ള കേസൊക്കെ ചെറിയ കേസ് കോടതിയിൽ കാണി ഇതൊന്നും വലിയ കേസല്ലാത്തതുകൊണ്ട് ഹിയറിംഗ് ഡേറ്റ് നീക്കി വെച്ച് കുറേ സമയം അങ്ങനെ പോയി. അവസാനം 2024 ഓഗസ്റ്റ് മാസം ഒക്കെ ആയപ്പോഴേക്ക് ഞാനിവിടെ കൃത്യമായിട്ട് എല്ലാ മാസവും വരുന്നുണ്ട്, പത്രം വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഞാനിതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇതുപോലെ തടസ്സം വരുന്നത്? ഈ പെസോയുടെ ലൈസൻസ് മാത്രം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ബാക്കി എല്ലാ അപ്രൂവലും കിട്ടി. പെസോയുടെ ലൈസൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ടാങ്കിൻ്റെ പണി തുടങ്ങാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ബാക്കി ബിൽഡിങ്ങിൻ്റെ പണി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ മാതാവ് നമുക്ക് എങ്ങും ഒരു മുട്ട് വരുത്തിയില്ല, ബാക്കി പണി നടക്കുന്നുണ്ട്. ഈ പെസോ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് ടാങ്കിൻ്റെ പണി മാത്രം നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസം നമുക്ക് പെസോയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് പബ്ലിക്കിന് നമുക്ക് നേരിട്ട് ചെല്ലാൻ പറ്റില്ല. പെസോയുടെ ലൈസൻസ് നമുക്ക് എടുത്തു തരുന്നത് ശരിക്കും കമ്പനിയാണ്. പക്ഷേ നമ്മൾ കേസിൽ പെട്ടിരിക്കുന്നതുകൊണ്ട്, നമ്മളെ കേസിലാക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനിക്കും പ്രത്യേകിച്ച് അവർ പറയുന്നത് കേസിൻ്റെ വിധി വരട്ടെ, കേസിൻ്റെ വിധി വന്നു കഴിയുമ്പം ലൈസൻസ് തരാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതി ത്രൂ എടുത്തോളൂ എന്നാണ് പെസോയുടെ ചീഫ് എക്സ്പ്ലോസീവ് ഓഫീസർ നമ്മളോട് പറയുന്നത്.
അപ്പോൾ കോടതി ത്രൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ കേസിലാണ്. നമ്മൾ ഇങ്ങനൊരു അപേക്ഷ കൊടുത്തെങ്കിൽ ഉറപ്പായിട്ട് അവരെ കേസിനോടുകൂടി ആഡ് ചെയ്യുകയുള്ളൂ. നമുക്ക് ഗുണത്തിലേറെ ദോഷമായിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്നത്. അപ്പം 2024 ഓഗസ്റ്റ് മാസമൊക്കെ നമ്മൾ ശരിക്കും ഒരു കംപ്ലീറ്റ്ലി സ്റ്റക്കായി. നമ്മൾ ചുരുക്കി പറയാൻ നമ്മൾ 0 മെറിറ്റ്, 0യിലും താഴെ പോണ അവസ്ഥയിലായി. ഭയങ്കര സങ്കടമായി. അങ്ങനെ അപ്പം ഞാൻ ഓർത്ത് ഞാൻ എന്തായിരിക്കും എൻ്റെ ഭാഗത്ത് എന്തായിരിക്കും തെറ്റ്, എന്നായിരിക്കും. പിന്നെ ഞാൻ ഓർത്തത് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് വെറുതെ അങ്ങ് കൊടുത്തങ്ങ് പോകും. സാധാരണ ഒരു പത്രം കൊടുക്കുന്ന പോലെ അങ്ങ് കൊടുത്തു പോയി. അപ്പം ഞാൻ ഓർത്ത് അച്ഛനെപ്പോഴും പറയില്ല വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിശേഷവിധിയായിട്ട് നമുക്ക് ചെയ്യാം, എന്തെങ്കിലും മാറ്റം വരുമോ നമുക്ക് നോക്കണമല്ലോ. ഞാനപ്പോൾ എന്നായിരുന്നു വെച്ചെന്നാൽ ഇതുപോലൊരു കാർഡ്, മാതാവിൻ്റെ കൃപാസനമ്മയുടെ പടം ഒരു സൈഡിലും മറു സൈഡിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമായിട്ട് ഞാൻ ഇതുപോലെ കുറേ കാർഡങ്ങ് അടിച്ചു. എന്നിട്ട് പത്രത്തിൻ്റെ കൂടെ ഈ കാർഡും കൂടെ പിൻ ചെയ്ത് അപ്പം കാണുമ്പോൾ നല്ലൊരു ഭംഗി, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിൻ്റെ പത്രമാണ്, നിങ്ങളിത് മാതാവിനെ പറ്റി 2 വാക്ക് സംസാരിച്ചതിന് ശേഷം ഞാൻ കൊടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുവരെ 2 വർഷം പത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ ഒന്നും കിട്ടാത്ത സന്തോഷം എനിക്ക് അന്നേരം തോന്നി. മാതാവിനെ പറ്റി 2 വാക്ക് സംസാരിച്ച് നിങ്ങളിത് കളയരുത്, ഇത് ഭക്തിപൂർവ്വം ഉപയോഗിക്കുമെങ്കിൽ മാത്രമേ ഇത് മേടിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം ആൾക്കാർ നിങ്ങൾ കളയുന്നുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട, അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ എത്തേണ്ട പത്രമാണിത്. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞവരും പിന്നെ തിരിച്ച് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓഗസ്റ്റ് മാസം ഒരു ഏകദേശം പകുതിയൊക്കെ ആയപ്പോഴേക്കും അത്ഭുതം നടന്നു. അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇടപെട്ടു. നമ്മൾ പത്രപ്രവർത്തനം സ്റ്റൈല് മാറ്റിയപ്പോൾ തന്നെ മാതാവ് ഇടപെടാൻ തുടങ്ങി. നമ്മുടെ ഈ കേസിന് സമാനമായിട്ടുള്ളൊരു കേസ് കണ്ണൂർ ഉണ്ടായി. അതായത് അതും ഇതുപോലെ പുതുതായിട്ട് തുടങ്ങുന്നൊരു പെട്രോൾ പമ്പ്, അതിൻ്റെ അടുത്ത് ഇതുപോലൊരു കോളേജ്, അവർക്കെതിരെ അവർക്ക് പെസോ ലൈസൻസ് കൊടുക്കത്തില്ല. അവർക്ക് പിന്നെ കേസൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് അവർക്ക് നേരെ ഹൈക്കോടതി പോയി അവർക്ക് പെസോയ്ക്ക് വേണ്ടിയിട്ട് അവർ ആപ്ലിക്കേഷൻ റിട്ടിട്ടു. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ടായി. അതിനകത്ത് ജഡ്ജ്മെൻറ്റിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോളേജുകൾ പുതുതായിട്ട് തുടങ്ങുന്ന പെട്രോൾ പമ്പിന് ബാധകമല്ല. അങ്ങനെ അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അപ്പം നമ്മൾ ഈ ജഡ്ജ്മെൻറ്റുമായിട്ട് കമ്പനി പെസോയുടെ ഓഫീസിൽ ചെന്ന് ഓഫീസറുടെ അടുത്ത് ഇത് കാണിച്ച് അവർ കൺവിൻസായി. അങ്ങനെ 2024 ഓഗസ്റ്റ് 29 നമുക്ക് പെസോയുടെ ലൈസൻസ് കിട്ടി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് 29 നമുക്ക് ലൈസൻസ്. അപ്പോൾ 26 ഉടമ്പടി ധ്യാനത്തിനകത്ത് ഞാൻ ഈ ഈ എക്സ്പ്ലോസീവ് ഓഫീസറുടെ ഫോട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഞാനീ ആരാധനയുടെ സമയത്ത് ഞാൻ ഈ പരിശുദ്ധ അമ്മേനെയും ദിവികാരണത്തിൻ്റെയും മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസം ആ ഓഫീസറുടെ ഫോട്ടോ ഞാൻ ടി വിയുടെ സ്ക്രീനെ മുട്ടിച്ച് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ചെയ്തു തരണേ, വേറെ ഒരു വഴിയില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഈശോയ്ക്കും മാതാവിനും എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസറുടെ ഫോട്ടോ മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞില്ല, ചൊവ്വാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച എനിക്ക് പെസോയുടെ ലൈസൻസ് കിട്ടി. അങ്ങനെ പമ്പിൻ്റെ പണി ഞങ്ങൾ വിചാരിച്ചേക്കാളും ഭംഗിയായിട്ട് എല്ലാം നടന്നു. അതങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി മാസം 12 അപ്പം കേസ് നടക്കുന്നുണ്ട്, ഹിയറിംഗ് വരുന്നു, ഡേറ്റ് മാറ്റുന്നു, അങ്ങനെ ഫെബ്രുവരി മാസം 12 കേസിൻ്റെ വിധിയും വന്നു. അതൊട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും കുറേ കാലതാമസം എടുക്കുന്നതാണ്. സാധാരണ പെട്രോൾ പമ്പിൻ്റെ കേസിനൊക്കെ 2-3 വർഷം കഴിഞ്ഞേ ഉള്ളൂ വിധി വരുള്ളൂ. ഫെബ്രുവരി മാസം 12 ഞങ്ങളുടെ കേസ് തള്ളിപ്പോയി. അങ്ങനെ ആ ഒരു ഭാഗവും ക്ലിയറായി. അന്ന് തന്നെ ഞങ്ങളിവിടെ വന്ന് അന്ന് ഹർത്താലായിരുന്നു. ഫെബ്രുവരി 12 ഞങ്ങൾ മക്കളുമായിട്ട് ഞങ്ങളിവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞ് പോയി. അങ്ങനെ എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി ഫെബ്രുവരി മാസം 9 പമ്പ് ഓപ്പണായി. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് 1% പോലും മെറിറ്റില്ല. അതായത് 1% പോലും. ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രപ്രവർത്തനം നന്നായിട്ടങ്ങ് ചെയ്തു. അതിൽ അച്ഛൻ പറയാറുണ്ട് 60% പത്രപ്രവർത്തനത്തിനാണ്. ഞങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പത്രപ്രവർത്തനം ചെയ്തു, ജീവകാരുണ്യ പ്രവൃത്തി ചെയ്തു. മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ട് എല്ലാ മാസവും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ കൊണ്ടുപോയി നിർധനരായ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് അഭയാഭവൻ എന്ന് പറഞ്ഞ് പ്രായ അമ്മമാരെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ അമ്മമാർക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റ് സംഭവങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മുന്നിൽ ആര് സഹായത്തിന് വന്നാലും എന്താണോ കയ്യിലുള്ളത് അത് നമ്മൾ ഉള്ള പോലെ കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ടുണ്ടായ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ പള്ളി കുർബാനയ്ക്ക് പോകുമ്പോൾ ബൈക്കിലേ നിൽക്കാറുള്ളൂ, ഫ്രണ്ടിലൊന്നും പോയി നിൽക്കാറില്ല. ബൈക്കിൽ നിൽക്കും, വലിയ
കാര്യമായിട്ടൊന്നും അങ്ങനെ കുർബാന ഭയങ്കര ഭക്തിയോടെയൊന്നുമല്ല. പക്ഷേ ഉടമ്പടി എടുത്തത് പിന്നെ ഏത് പള്ളി കുർബാനയ്ക്ക് പോയാലും ഫസ്റ്റ് ബെഞ്ച് അല്ലെ ഫസ്റ്റ് ഞാനുണ്ടാവും, അവിടെ ഇരിക്കുകയുള്ളൂ, ബാക്കി പോയിരിക്കത്തില്ല. ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള കൃപ കിട്ടി. പിന്നെ കൊന്തയെല്ലാം ഭയങ്കര മടിയായിരുന്നു. ഒരു കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്ന കൊന്തയല്ലാതെ ഒരൊറ്റ കൊന്ത പോലും ഞാൻ എത്തിക്കുകയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചെല്ലും, ബൈബിൾ വായിക്കും, ഉടമ്പടി നിബന്ധനകൾ ഞാൻ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല ഇത്. അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാനീ പറഞ്ഞ സാക്ഷ്യം ഒരിക്കലും നമ്മളെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അമ്മ മാതാവിൻ്റെയും ഈശോയുടെ ഇടപെടലുകൊണ്ട് മാത്രം. കൃപാസന ഉപ്പിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. എവിടെയെല്ലാം ഞാൻ കൃപാസന ഉപ്പ് ഇട്ടിട്ടുണ്ടോ അവിടെ ഒന്നും അമ്മ എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ തോറ്റു പോയിട്ടില്ല. അത് ഈ പമ്പ് സംബന്ധമായിട്ടും അല്ലാത്ത മറ്റ് ബിസിനസ് സംബന്ധമായിട്ട് എവിടെ ഞാൻ പോയാൽ എൻ്റെ വണ്ടിയിലെല്ലാം എപ്പോഴും ഉപ്പുണ്ടാവും. എവിടെ കയറിയാൽ ഞാൻ ഒരു നുള്ളി ഉപ്പിട്ടിട്ടേ കയറുള്ളൂ. അവിടെയെല്ലാം ഞാൻ മാതാവ് എന്നെ വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ. എങ്ങും ഞാൻ തോറ്റു പോകാൻ അമ്മ മാതാവ് ഇടവരുത്തിയിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ കൃപാസനമ്മ ഞങ്ങൾക്കാണെങ്കിൽ പമ്പ് നന്നായിട്ട് തുടങ്ങാൻ സഹായിച്ച്. നന്ദി കൃപാസന ഇഷാപ്പ. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. റിൻഡ പ്രകാശ് അവരുടെ മക്കളോടൊപ്പം വന്ന് അവരുടെ രണ്ടാമത്തെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ഉടമ്പടിയുടെ തനതായ സ്വഭാവമുള്ള നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഇവർക്ക് ഈശോ ചെയ്തു കൊടുത്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഇവർ ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. അവർക്കൊരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനുള്ള ആഗ്രഹം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പറയുകയും അതിൻ്റെ എല്ലാ സാങ്കേതിക തടസ്സങ്ങളും മാറ്റുന്നതിനുമായി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരുടെ എല്ലാ ലൈസൻസും കിട്ടിയപ്പോൾ ഒരെണ്ണം മാത്രമാണ് അവർക്കെതിരായിട്ട് വന്നത്. അത് ദൈവമഹത്വം ദർശിക്കാനും ദൈവനാമം മഹത്വപ്പെടാനും വേണ്ടിയുള്ള ഒരു വലിയ തടസ്സമായിരുന്നു എന്ന് അവർ ഇന്ന് ഏറ്റുപറയുകയാണ്. കേസിൻ്റെ വിധി വരാതെ അവർക്ക് ഒരിക്കലും ലൈസൻസ് കൊടുക്കുക സാധ്യമല്ല. കാരണം ആരോ എഗെയിൻസ്റ്റായി ഇവർക്ക് സ്കൂൾ ഓഫ് മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു പേരിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്കൂൾ എന്ന ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരോട് താല്പര്യമില്ലാത്തവർ ഒരു കേസ് എഗെയിൻസ്റ്റായിട്ട് വാദിക്കാൻ തുടങ്ങിയത്. പക്ഷെ പരിശുദ്ധ അമ്മ തന്നെ അവർക്ക് ഒരു അഭിഭാഷകയായി നിന്നുകൊണ്ട് നീതി നടത്തിക്കൊടുത്ത ഒരു സാക്ഷ്യമായിരുന്നു. കാരണം അതേസമയം തന്നെ പാരലായി മറ്റൊരു സ്ഥലത്ത് ഒരു ജഡ്ജ് വിധി പറയുന്ന ഒരു വിധിവാചകം അവർക്ക് കേൾക്കാനിട വന്നു. ഒരു കോളേജ് എന്നുള്ളത് ഒരു ബാധകമല്ല ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന്. കാരണം ആ കോളേജ് തന്നെ ഇവർക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഇവർ ആഗ്രഹിച്ച തരത്തിൽ നല്ലൊരു പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് അവർക്ക് സാധിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ നീതി ലഭിക്കുന്നതിന് വേണ്ടി തടസ്സമായി എന്ന് കണ്ടപ്പോൾ പല പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്ന ഈ രണ്ടുപേരും അവർ ഈശോയോട് തന്നെ ചോദിച്ചു, എനിക്കെന്താണ് കുറവ്? ഒരു യുവാവ് ഈശോയോട് ചോദിച്ചു, എനിക്ക് എന്താണ് കുറവ് എന്നുപോലെ ഈശോ പറഞ്ഞത് ആ യുവാവ് ബൈബിളിൽ ഏറ്റെടുക്കുന്നില്ല. കാരണം അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി എന്നാണ്. നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയ ആളൊരു ധനികനായിരുന്നു. പക്ഷേ ഇവിടെ റിൻഡയും പ്രകാശം ചെയ്തത് തങ്ങളുടെ കുറവ് എന്താണെന്ന് ഈശോയോട് തന്നെ ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. നീ എന്നെക്കുറിച്ചുള്ള ആ വിശ്വാസ പ്രഖ്യാപനം നടത്തണം. അതാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം. അവർ വളരെ ഭംഗിയായി ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനും ഈശോയെ കൈമാറുവാനും ഈശോ രൂപപ്പെടുന്നത് നോക്കിക്കാണുവാനും അനുഭവിക്കുവാനും തുടങ്ങിയപ്പോഴാണ് അവർക്ക് അവരുടെ കേസുകളും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പെട്രോൾ കത്തുന്നത് പോലെ അവർക്ക് സാധ്യമായതെന്ന് ഏറ്റുപറയുകയാണ്.
ഈശോയോട് പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം? അവിടെ അങ്ങനെ ആ ചാപ്റ്റർ അവസാനിക്കുന്നതായി നാം ബൈബിളിൽ കാണുന്നു. വഴിയും സത്യവും ജീവനുമായ ഈശോ തന്നെയാണ് സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് നമ്മോട് കൽപ്പിക്കുന്നത്. സത്യമാണ് എപ്പോഴും നമ്മെ സ്വതന്ത്രരാക്കുന്നത്. കാരണം സത്യമായ ഈശോ, സത്യം തന്നെയായ ഈശോ നമ്മോട് കൂടെയാണ് എപ്പോഴും. ഈശോയോടുകൂടി സഞ്ചരിക്കുമ്പോൾ, ഈശോയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്കൊന്നും തന്നെ പേടിക്കേണ്ടതായിട്ടില്ല. റിൻഡ പറയുന്നു, ഞാൻ എപ്പോഴും ഇവിടെ നിന്നുള്ള ലഭിച്ചിട്ടുള്ള നേർച്ച വസ്തുക്കളാണ് എൻ്റെ വലിയ ആയുധമായി ഞാൻ കൊണ്ടുപോകാതെ. എവിടേക്ക് കയറി ചെന്നാലും ഞാൻ ആദ്യം തന്നെ ഉടമ്പടി ഒപ്പിട്ട് വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പ്രമാണത്തോടുകൂടി ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും ഈശോയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലൂടെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഒരുപാട് ഉടമ്പടി പുതുക്കിയതുകൊണ്ടോ ഉടമ്പടി പേപ്പർ നാം എടുത്തു വെച്ചതുകൊണ്ടോ പ്രയോജനമില്ല എന്നാണ് റിൻഡയ്ക്ക് പറയാനുള്ളത്. കാരണം ഉടമ്പടി നാം ഈശോയോട് ചെയ്യുന്നത് അത് പ്രഖ്യാപിക്കുവാനും ജീവിക്കുവാനും അതിൻ്റെ വിശ്വാസ പ്രയോഗം നടത്തുവാനും വേണ്ടിയാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. റിൻഡയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും തകർച്ചകളെയും ഒറ്റപ്പെടുത്തലുകളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.